ജൂബിലി തേവർപ്പടവ് പാടശേഖരങ്ങളിലെ മുണ്ടകൻ കൊയ്ത്തുത്സവം നടത്തി. തേവർപ്പടവിൽ കായ്പുറത്താണ് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത്. സി മുകുന്ദൻ MLA മുണ്ടകൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ നെല്ലിൻ്റെ വിലയും അതുപോലെ നെല്ലെടുക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ മാത്രമല്ല, നമ്മുടെ എല്ലാ പടവലും ഇതൊരു വലിയ വിഷയമായിട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സഭയിൽ ഒരു സബ്മിഷൻ അവതരിപ്പിക്കാൻ അവസരം കിട്ടി. അപ്പോഴാണ് നമ്മുടെ തേവർപ്പടവ് മേഖലയുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പഠിക്കാനും അതുമായി പറയാനുള്ള അവസരം ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ അകത്ത് മന്ത്രി നമ്മളോട് പറഞ്ഞതെന്ന് നമ്മുടെ നെല്ല് സംഭരിക്കാനുള്ള എല്ലാവിധ നടപടികളും സപ്ലൈകോ തീരുമാനിച്ചിട്ടുണ്ട്. അത് ആ കമ്പനിയോടൊക്കെ പറഞ്ഞ് കൃത്യമായി നെല്ല് എടുത്ത് നമ്മുടെ കൃഷിക്കാരൻ്റെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. കൂടാതെ ഒരു കിലോ നെല്ലിന് 30 രൂപ വെച്ച് തരാനുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കൂടാതെ സർക്കാർ നിർദ്ദേശിച്ചത് പൈസ കിട്ടാത്ത ഈ 2 പോയിന്റുകളൊക്കെ മജീദൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്. അപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പൈസ കിട്ടണ്ടേ? പൈസ കിട്ടിയിരുന്ന് പുതിയ എന്താ പറയുക എല്ലാ ബാങ്കിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിൽ ചെന്നിരുന്ന് ജാഥയ്ക്ക് നിൽക്കുന്ന പോലെയാണ് ആൾക്കാരൊക്കെ ചെന്ന് വരിയുന്ന പൈസ കിട്ടാത്തൊരവസ്ഥ നിലനിൽക്കുന്നത്. അപ്പോൾ അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്ന മന്ത്രിയോട് പറയേണ്ടായി. മന്ത്രി അത് വളരെ ഗൗരവത്തോടെ എടുത്തുകൊണ്ട് ഇപ്പോൾ തന്നെ ബഡ്ജറ്റിൽ തന്നെ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നെല്ല് കൃത്യമായുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അത് സപ്ലൈകോയുമായി ബന്ധപ്പെട്ട എല്ലാ നടപടി സ്വീകരിക്കാം. പിന്നെ നെല്ലിൻ്റെ വില ഇപ്പോൾ കിട്ടുന്ന പാശ് കൊണ്ടുപോയി നമ്മൾ ആലോചിച്ചിട്ടുള്ളത് ഇന്ന ബാങ്കിൽ തരാറ്. അപ്പോൾ അത് വേണ്ട എന്നാണ് സർക്കാർ തീരുമാനിച്ചത്. അത് നമുക്ക് കേരള ബാങ്ക് ആ കേരള ബാങ്ക് മുഖേന പൈസയ്ക്ക് വല്ല തടസ്സം ഉണ്ടാകുന്ന ബാങ്ക് മുഖേന എല്ലാവിധ സാമ്പത്തിക ഇടപെടലും നടത്താനായിട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ജൂബിലി പടവ് പ്രസിഡന്റ് മജീദ് മുത്തുള്ളിയാൽ അധ്യക്ഷനായി. എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം കുറേ പേര് കൃഷി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലും അവരെ നമ്മൾ വീണ്ടും കണ്ട് സംസാരിച്ച് കൃഷി ഇറക്കാൻ പ്രാപ്തരാക്കി നിർത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്രാവശ്യം നല്ല രീതിയിൽ കൃഷി ഇറക്കി നല്ല നെല്ലാണ് ഇപ്രാവശ്യം ഉള്ളത്. പക്ഷേ നല്ല നെല്ല് കർഷകർ കൃഷി ഇറക്കി നല്ല നെല്ല് കൊയ്തെടുക്കുമ്പോൾ തന്നെ അത് കൊയ്തെടുത്ത് ചാക്കിലാക്കി കൊണ്ടുപോകേണ്ട സമയത്ത് കമ്പനി സപ്ലൈക്കും കമ്പനിയും ആയിട്ട് നെല്ല് സംഭരിക്കുന്ന കമ്പനികളുമായിട്ട് നിരന്തരം പ്രശ്നത്തിലാണ്. ഇപ്പോൾ നമ്മൾക്ക് ജൂബിലി തേവർപ്പടവിൻ്റെ നെല്ല് സംഭരിക്കുന്നതിന് വേണ്ടി സപ്ലൈകോ മുഖേന കമ്പനിക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് 3 കമ്പനിയാണ്. കഴിഞ്ഞ ദിവസമാണ് നമുക്ക് കമ്പനി അലൗട്ട് ചെയ്തതിൻ്റെ റിപ്പോർട്ട് നമുക്ക് കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കമ്പനിക്കാരെ മീറ്റിംഗ് കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. കമ്മിറ്റി ജൂബിലി തേവർപ്പടവിൻ്റെ കമ്മിറ്റി മെമ്പർമാരും ഈ തെരഞ്ഞെടുത്ത സപ്ലൈകോ നമ്മൾക്ക് തന്നിട്ടുള്ള 3 കമ്പനിക്കാരും നമ്മൾ ഒരുമിച്ച് വിളിച്ചൊരു മീറ്റിംഗ് നടത്തുകയുണ്ടായി. അപ്പോൾ ഈ വർഷം കൊയ്ത് തുടങ്ങിയ പാടശേഖരങ്ങളിലൊക്കെ തന്നെ നെല്ല് കൊയ്ത് ടർപ്പായിൽ തട്ടി ഉണക്കി ചാക്കിലാക്കുന്നൊരു സിസ്റ്റമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അത് ഇവിടെ നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ട് കമ്പനിക്കാർ അതുമായി ശാഠ്യം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മീറ്റിങ്ങിൽ ഞങ്ങൾ ഒരു കാരണവശാലും അത് സമ്മതിക്കാൻ പറ്റില്ല. മുൻകാലങ്ങളിലൊക്കെ കൊയ്ത് നേരെ ചാക്കിലാക്കി നല്ല രീതിയിലാണ് ഇവിടുന്ന് നെല്ല് സംഭരിച്ച് കൊണ്ടുപോയിട്ടുള്ളത്. കോൾ കർഷക സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി KK കൊച്ചു മുഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് പറപ്പൂക്കര ഡിവിഷൻ അംഗം അമ്പിളി വേണു, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് എന്നിവർ മുഖ്യാതിഥികളായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 17, 18 വാർഡ് മെമ്പർമാരായ PH ഉമ്മർ, MH സജീർ, കൃഷി ഓഫീസർ S ഹർഷിത, TN ഉണ്ണികൃഷ്ണൻ, പടവ് ജോയിന്റ് സെക്രട്ടറി ഷാജഹാൻ എന്നിവർ സംസാരിച്ചു.